ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഫിനാലെ വീക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. രാവിലെ തന്നെ അനീഷ് അനുമോളെ പ്രൊപ്പോസ് ചെയ്തതിന്റെ പേരിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. രാവിലെ രണ്ടുപേരും ഊഞ്ഞാലിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അനീഷ് അനുമോളോട് പറയുന്നത്, എനിക്ക് അനുമോളോട് ഒരു ഇഷ്ടം തോന്നി, അത് ഞാൻ തുറന്നു പറഞ്ഞു. അനുമോൾക്ക് ആ ഇഷ്ടം എന്നോട് തിരിച്ചില്ല എന്ന് മനസ്സിലായപ്പോൾ അത് അവിടെ തീർന്നു. അത് മനസ്സിൽ വെച്ച് എന്നോട് ഇനി മറ്റൊരു രീതിയിലും പെരുമാറരുത്. എന്റെ നേച്ചർ ഇങ്ങനെയാണ്. എന്റെ ഭാഗത്തു നിന്ന് അനുമോൾക്ക് എന്തെങ്കിലും തെറ്റായി തോന്നിയെങ്കിൽ അതിന് ഞാൻ മാപ്പ് പറയുന്നു. എനിക്ക് തോന്നിയ ഇഷ്ടം അനുമോൾക്കും തിരിച്ചുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട് അനുമോൾ ചോദിക്കുകയാണ്, ഞാൻ അനീഷേട്ടനെ തിരിച്ചും ഇഷ്ടപ്പെടും എന്ന് കരുതാൻ എന്താ അനീഷേട്ട കാരണം? അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന എന്റെ ഭാഗത്തു നിന്ന് തന്നിട്ടുണ്ടോ ഞാൻ? അപ്പോൾ അനീഷ് പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരുപാട് നാളായി ഈ ബിഗ് ബോസ് വീട്ടിൽ പരസ്പരം കാണുകയും അറിയുകയും ചെയ്യുന്നവർ. അനുമോളുടെ എന്നോടുള്ള ഫ്രീ ആയിട്ടുള്ള ഇടപെടൽ എന്നെ അങ്ങനൊരു തോന്നലിലേക്കാണ് എത്തിച്ചത്. അതുകൊണ്ട് അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ്. ഇതിന് അനുമോൾ മറുപടി പറയുന്നത്, ചേട്ടനെ ഞാൻ എന്റെ ഒരു ബ്രദറിന്റെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചേട്ടൻ അങ്ങനെ പെട്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി. ആദ്യം കരുതിയത് എന്നെ പ്രാങ്ക് ചെയ്യുകയാണെന്നാണ്. പിന്നെ ചേട്ടനോട് ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് ഇടപെട്ടതിന് കാരണം ചേട്ടനും എന്നെ പോലെ അതൊരു തമാശയായി കരുതുമെന്ന് കരുതിയിട്ടാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ഇത് കേട്ട അനീഷ് പറയുന്ന മറുപടി ഇതാണ്, കുഴപ്പമില്ല അനുമോൾ, എന്റെ മനസ്സിൽ നിന്ന് ഞാനത് കളഞ്ഞു. അതുകൊണ്ട് എന്താ, എനിക്കിപ്പോൾ നന്നായിട്ട് ചിരിക്കാൻ കഴിയുന്നുണ്ട്. അനുമോൾ അതോർത്ത് ടെൻഷനൊന്നും ആകണ്ട. ഞാൻ അനുമോളോട് വീണ്ടും സോറി പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ട് അനുമോൾ പറയുന്നത്, ഒരാൾ ഇഷ്ടം പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ അനീഷേട്ടാ. 10-15 വർഷം മുന്നെയാണ് എന്നോടൊരാൾ നേരിട്ട് വന്ന് ഇങ്ങനെ ഇഷ്ടം പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് ഷോക്കായി പോയത്. ഇത് കേട്ട് അനീഷ് വീണ്ടും അനുമോളോട് സോറിയാണ് പറയുന്നത്. ഇത് കേട്ട് വീണ്ടും അനീഷ് പറയുന്നുണ്ട്, അത് എന്റെ ഭാഗത്ത് തെറ്റാണ്. അനുമോൾ എന്നോട് ഫ്രീ ആയിട്ട് ഇടപെട്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിപ്പോയി. ഞാൻ വീണ്ടും മാപ്പ് പറയുകയാണെന്ന്. അങ്ങനെ ഈ ഒരു കോൺവെർസേഷനിലൂടെ ആ ഒരു പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെടുകയാണ്. വീടിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായ വിഷയമാണിത്. അനീഷിന്റെയും അനുമോളുടെയും സ്ട്രാറ്റജിയാണെന്നും ഇമോഷൻ വെച്ച് രണ്ടുപേരും കളിക്കുകയാണെന്നും എന്നിങ്ങനെ പല വിമർശനങ്ങളും പുറത്ത് രണ്ടുപേരുടെയും നേർക്ക് ഉയരുന്നുണ്ട്. ഇതൊരു സ്ട്രാറ്റജി ആണെങ്കിലും അല്ലെങ്കിലും